അയ്യപ്പ സംഗമം വീഴ്ച സംബന്ധിച്ച് ബോർഡ് പുതിയ ഓഡിറ്റ് റിപ്പോർട്ട് ഉടൻ കോടതിയിൽ സമർപ്പിക്കുമെന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ ജയകുമാർ വ്യക്തമാക്കി. ഓഡിറ്റ് റിപ്പോർട്ട് ഇല്ലെന്ന ആദ്യ പ്രസ്താവന ദേവസ്വം ബോർഡ് പിൻവലിക്കുകയും റിപ്പോർട്ട് ഉണ്ടെന്ന് സ്ഥിരീകരിക്കുകയും ചെയ്തു. റീസണബിൾ അല്ലാത്ത ക്ലെയിംസ് ഉണ്ടെങ്കിൽ അത് റീസണബിൾ ആക്കണം. മറ്റൊന്ന്, എല്ലാ ക്ലെയിംസും അംഗീകരിക്കാൻ പറ്റില്ല. ഇപ്പോൾ ഉദാഹരണത്തിന് 4000 പേര് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു എന്നുള്ളത് എന്താ അതിനൊരു അടിസ്ഥാനം? ഇത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും നമ്മൾ ചോദിച്ചിട്ടില്ല. വസ്തുതാപരമായി അദ്ദേഹത്തിന്റെ കുഴപ്പം കൊണ്ടല്ലെങ്കിലും ഓഡിറ്ററുടെ കുഴപ്പം കൊണ്ടല്ലെങ്കിലും എന്തോ തെറ്റായ പേപ്പറുകളുടെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ നന്ദഭജൻസിന് പൈസ കൊടുത്തു 8 ലക്ഷം രൂപ. അവരവിടെ വന്നിട്ടില്ല. ഇതൊക്കെ വസ്തുതാപരമായ പിശകുകളാണ് ഈ ഓഡിറ്റ് റിപ്പോർട്ടിൽ. അദ്ദേഹത്തിന്റെ കുഴപ്പം കൊണ്ടല്ലാന്ന് ഞാൻ എടുത്തു പറയുന്നു. ഹീസ് എ പ്രൊഫഷണൽ. അയാൾക്ക് കിട്ടിയ മെറ്റീരിയൽസിന്റെ അടിസ്ഥാനത്തിൽ ഉണ്ടാക്കിയ റിപ്പോർട്ടിനകത്ത് വസ്തുതാപരമായ പിശകുകൾ ഞങ്ങളുടെ നോട്ടക്കുറവ് കൊണ്ട് വന്നിട്ടുണ്ട്. അത് പരിഹരിക്കും. അതേസമയം ഓഡിറ്റ് റിപ്പോർട്ട് അന്തിമമല്ലെന്നും റിപ്പോർട്ടിൽ കൂടുതൽ കൃത്യത വരാനുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. മുൻപുണ്ടായിരുന്ന അവ്യക്തതകൾ നീക്കി പുതിയ ഓഡിറ്റ് റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിക്കാനാണ് ബോർഡിന്റെ ഇപ്പോഴത്തെ നീക്കം. ഓഡിറ്റ് റിപ്പോർട്ടിലെ പല പരാമർശങ്ങൾക്കും കാരണം ഓഡിറ്ററുടെ പിഴവല്ലെന്നും മറിച്ച് ബോർഡിന്റെ ഭാഗത്തു നിന്നുണ്ടായ വീഴ്ചയാണെന്നും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് വ്യക്തമാക്കി. ഓഡിറ്ററുമായി കൃത്യമായ ആശയവിനിമയം നടന്നില്ല. 10 ദിവസത്തിനകം വ്യക്തത വരുത്തി ഓഡിറ്ററെ അറിയിക്കും. ഓഡിറ്ററുടെ കുറ്റമാണെന്ന് പറയാൻ കഴിയില്ല. പക്ഷേ വസ്തുതാപരമായ പിശകുകൾ ഉണ്ടായിട്ടുണ്ട്. ബില്ലുകൾ ഫിസിക്കലായി വെരിഫൈ ചെയ്യുന്നതിലും അസറ്റ് രജിസ്റ്ററിൽ വിവരങ്ങൾ രേഖപ്പെടുത്തി വാലിഡേറ്റ് ചെയ്യുന്നതിലുമുണ്ടായ കാലതാമസമാണ് റിപ്പോർട്ടിൽ തെറ്റായ വിവരങ്ങൾ കടന്നുകൂടാൻ കാരണമായത്. ഓഡിറ്റർക്ക് സമയോചിതമായ മറുപടി നൽകുന്നതിൽ വീഴ്ച സംഭവിച്ചുവെന്നും അത്തരത്തിൽ റിപ്പോർട്ടിൽ പിശകുകൾ സംഭവിച്ചുവെന്നും ദേവസ്വം ബോർഡ് സമ്മതിച്ചു.